ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫേസാണ് കേട്ടോ ഇതിപ്പോൾ ഒരു 4 സ്റ്റെപ്പ് ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ഫേസിൽ. അത് ജസ്റ്റ് ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ മൈ ഗ്ലോയിങ് സ്കിൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 2 വീക്സോളം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഫേസ് വാഷ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. കൂടുതലും ഈ പറഞ്ഞ പോലെ പയറുപൊടിയോ കടലമാവോ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ അരിപ്പൊടിയും പാലുമാണ്. പാല് കൂടുതലെടുക്കുക, അരിപ്പൊടി കുറവെടുക്കുക. കാരണം പെട്ടെന്ന് അബ്സോർബ് ആവും ഈ പാലിൽ. അപ്പോൾ പിന്നെ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നല്ല ലൂസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആക്കുക. എന്നിട്ട് നല്ല ഫേസിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫംഗ്ഷൻ, ഇപ്പോൾ മാരേജ് ഒക്കെ ആണെങ്കിലും ഒരു 4 to 5 ഡേയ്സ് മുന്നേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കടലമാവുണ്ട്. കടലമാവ് പിന്നെ ഇതാണ് കേട്ടോ മെയിൻ പാക്ക്. ഇതിനകത്ത് ഞാൻ കടലമാവ്, കോഫി പൗഡർ, പിന്നെ തേനുണ്ട്, പിന്നെ അലോവേര ജെല്ല്, ഓവിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്ര നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതെന്നിട്ട് നമുക്കൊരു 10 to 20 മിനിറ്റ്സ് വെക്കാം. എന്നുവെച്ചാൽ നല്ല നമുക്കൊരു ഉണങ്ങാറായി എന്ന് തോന്നുന്ന ആ ഒരു ടൈം വരെ വെക്കുക. പിന്നെ ഇത് വെക്കുന്ന ടൈമിൽ സംസാരിക്കാതിരിക്കുക. നമുക്ക് ഇങ്ങനെ പാടുകൾ വരും, റിങ്കിൾസ് വരും. പിന്നെ ഇതുണ്ട്, അത് ചെറിയ രീതിയിൽ ഉണങ്ങിയെന്ന് കാണുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് തരികൾ ഉണ്ടാവില്ല, കാരണം നമ്മൾ അലവേരയും തേനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് തരി ഒരു സ്ക്രബിങ് വരില്ല, കാരണം നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്തിടും. എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യട്ടെ. ഇതുണ്ടോ, എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് തോന്നി, അപ്പം തന്നെ റിസൾട്ട് തോന്നി. എന്നിട്ട് ഇത് ഞാനൊരു ടിഷ്യൂ കൊണ്ടിട്ട് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം മുഖത്തുനിന്ന് കളയണ്ട. കുറച്ച് പോലും വെള്ളം മുഖത്തോ കയ്യിലോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഫൈനൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ഇത് മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഇടാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ എന്താ ഫേസിൽ ഫുള്ള് വെള്ളം കളയണം. നമ്മൾ ടിഷ്യൂ കൊണ്ടിട്ട് ചെയ്താൽ ഇത്തിരി വെള്ളം അവിടെ ഇവിടെയും ഇരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അത് കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് അലോവേരയും കുറച്ച് തേനും മാത്രമാണ്. അത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യുക. ഞാൻ ഇത് ലിപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. പിന്നെ ഞാനിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുക, കാരണം ഇത് ഫൈനൽ സ്റ്റെപ്പാണ്. പിന്നെ ഇത് ലൈക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി ഫേസ് വാഷ് ഇടുകയൊന്നും ചെയ്യരുത്, കാരണം പിന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ത്രെഡ് ചെയ്യുന്നത് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് കൊണ്ടിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും, പാർലറിൽ പോകാണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ പുരുകത്തിൻ്റെ അവിടെ വയ്ക്കുകയാണ്. ചിലപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഡ്രൈ ആകുമ്പോഴത്തേനും അവിടെ ചെറിയ ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഡ്രൈ ആയി പോവില്ല. അങ്ങനെ ചിലപ്പോൾ പുരുകത്തിൻ്റെ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനും ഈ ഒരു ഞാൻ ഈ പറയുന്ന നമ്മുടെ അലവേരയും ഈ ഒരു തേനോട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മസാജ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിലാണ്. നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് ഈ കൊറിയൻ അവരുടെ സ്കിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കില്ലേ, സോ ആ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.